19ാമത്തെ ഹിസ്ബാണ് നമ്മൾ ചൊല്ലിയത്. ഹിസ്ബു അഹ്ലുൽ ബൈത്ത്, അഹ്ലു ബൈത്തിനെ കുറിച്ചുള്ള ഹിസ്ബാണ് നമ്മൾ ചൊല്ലിയത്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ തങ്ങന്മാർ. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ടവർ എന്നാണ് ആ വാക്കിനർത്ഥം. തങ്ങന്മാർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. തങ്ങന്മാരെ കുറിച്ച് അതീ പറഞ്ഞത്. CM വലിയുല്ലാഹി മടവൂർ തങ്ങൾ എന്ന് പറയാറുണ്ട്, വടകര തങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പം ആ തങ്ങളും ഇതിൽ പെട്ടിട്ടുണ്ട്. മടവൂര് CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ പറയാറുണ്ട്, ഞാൻ നസബ് അറിയപ്പെടാത്ത തങ്ങളാണ്, ഞാൻ നസബ് അറിയപ്പെടാത്ത തങ്ങളാന്ന് പറയാറുണ്ട്. എന്തതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ മൗലിദുൽ ഹുസ്നൈനി വായിക്കണം, മൗലിദുൽ ഹുസ്നൈനി ഓതണം. അപ്പോഴേ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. നസബ് അറിയപ്പെടാത്ത തങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സാക്ഷാൽ തങ്ങളാണ്, 1-ാം നമ്പർ തങ്ങൾ. തങ്ങന്മാര് 3ഉം 4ഉം ഒക്കെ വിധമുണ്ട്. ആ വിധത്തിൽ അനേകം തങ്ങന്മാരുണ്ട്, അനേകം വിധത്തിലുള്ള തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരുടെ കൂട്ടത്തിൽ 1-ാം നമ്പർ തങ്ങൾ, സാക്ഷാൽ തങ്ങൾ എന്ന് പറയുന്നത് നസബ് അറിയപ്പെടാത്ത തങ്ങന്മാരാണ്. നസബ് അറിയപ്പെട്ട തങ്ങന്മാരുണ്ട്. ബുഖാരി, ജമലുൽ ലൈലി, ബാഫഖീഹ്, ബൽഫഖീഹ്, അങ്ങനെ തങ്ങന്മാരുണ്ട്. ധാരാളം നസബ് അറിയപ്പെട്ട തങ്ങന്മാരുണ്ട്, നസബ് അറിയപ്പെടാത്തൊരു തങ്ങന്മാരുണ്ട്. ആ തങ്ങളാണ് ഞാൻ മടവൂര് തങ്ങൾ പറഞ്ഞത്. അത് ഭ്രാന്ത് പറഞ്ഞതല്ല, മടവൂര് തങ്ങൾ അത് എന്തോ പറഞ്ഞു എന്നല്ല, അതിൽ കുറെ പഠിക്കാനുണ്ട്. മടവൂര് തങ്ങളാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് വലിയ മഹാന്മാരൊക്കെ നസബ് അറിയപ്പെടാത്ത തങ്ങന്മാരാ, ഔലിയ ഒക്കെ നസബ് അറിയപ്പെടാത്ത തങ്ങന്മാരാണ്. പക്ഷെ മടവൂർ അത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ നസബ് അറിയപ്പെടാത്ത തങ്ങളാണ്. മടവൂര് പറഞ്ഞു തന്നതിലും ഒരു സിറുണ്ട്. നസബ് അറിയപ്പെടാത്ത തങ്ങൾ ഇനിയും വന്നേക്കും. അപ്പൊ അത് തങ്ങളൊന്നല്ല, നസബ് അറിയപ്പെട്ടിട്ടില്ല. അത് ജമലുല്ലൈലി അല്ല, അത് ബക്കറുല്ലൈലി അല്ല, അത് ബുഖാരി അല്ല, മുസ്ലിമും അല്ല എന്നെ തള്ളാൻ പറ്റില്ല. തള്ളിയ എനിക്ക് എന്നെ തള്ളപ്പെടും. അപ്പൊ അതുകൊണ്ട് മടവൂർ തങ്ങൾ അത് പഠിപ്പിച്ചതാ. അപ്പൊ നസബ് അറിയപ്പെടാത്ത തങ്ങന്മാർ എന്ന് പറയുന്നത്, തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ആലുൻ നബി അല്ലെങ്കിൽ അഹ്ലുൻ നബി, അഹ്ലു ബൈത്ത് എന്നൊക്കെ പറയും. എല്ലാറ്റിൻ്റെയും ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ളവർ എന്നതിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ ഹബീബുമായി അഭേദ്യ ബന്ധമുള്ളവർ. ആ അഭേദ്യ ബന്ധം ആർക്കുണ്ടോ അവരൊക്കെ തങ്ങന്മാരാണ്. അതിൽ ഏറ്റവും വലിയ ബന്ധം ആർക്കാണ്? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് നൂറ് മുഹമ്മദിയുമായുള്ള ബന്ധം. നൂറ് മുഹമ്മദിയുടെ പ്രസരണം വരണം, അതാണ് രക്തത്തെക്കാൾ വലിയ ബന്ധം. നൂറ് മുഹമ്മദി രക്തബന്ധമാണ് സാധാരണ നാം മനസ്സിലാക്കുന്ന തങ്ങന്മാർക്കുള്ള ബന്ധം. അത് ശരീരത്തിലുണ്ടാവുന്നതാണ് രക്തം. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പടക്കുന്നതിന്റെ കോടാനുകോടി വർഷം മുമ്പ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടക്കപ്പെട്ടു. ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിച്ചു? അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യനായി അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടക്കപ്പെട്ടു. സമ്പൂർണ്ണ മനുഷ്യനുണ്ടാവേണ്ട എല്ലാ സൗന്ദര്യവും പ്രൗഢി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അർശാണ്. നാം മനസ്സിലാക്കുന്ന, സാധാരണക്കാരായ നാം മനസ്സിലാക്കുന്ന സൃഷ്ടികളെക്കാൾ എല്ലാം മികവുറ്റത് വലുതും അള്ളാഹുവിന്റെ അർശാണ്. ഏത് അർശ്? അൽ അർശുൽ കരീം എന്ന അർശ്. ആ അർശാണ്. പല അർശുണ്ട്. അർശ് കരീമും അർശ് അദീമും ഒക്കെ കേട്ടിട്ടില്ലേ? പല അർശുണ്ട്. അള്ളാഹുവിന്റെ അർശുൽ കരീം, അതാണ് വലിയ സൃഷ്ടി.
ആ അള്ളാഹുവിന്റെ അർശിന് ഉള്ള നൂറ് ഒരു സൂര്യത്തിനും ഒരു ഗാലക്സിക്കും ഒരു നക്ഷത്രത്തിനും താങ്ങാൻ കഴിയാത്ത നൂറാണ് അള്ളാഹുവിന്റെ അർശിനുള്ള നൂറ്. കരിഞ്ഞു. ആ അള്ളാഹുവിന്റെ അർശിന് വരെ താങ്ങാൻ കഴിയാത്ത പ്രൗഢിയാണ്, ഭംഗിയാണ്, നൂറാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യനായി അള്ളാഹു ആദ്യം പടക്കപ്പെട്ടപ്പോൾ ആ ഇൻസാനുൽ കാമിലാവുന്ന നൂറ് മുഹമ്മദി, ഹഖീഖത്ത് മുഹമ്മദിയത്തുമായി ബന്ധപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയായിൽ പ്രഗത്ഭരായ കൂട്ടർ. എല്ലാവരും അല്ല. ഹഖീഖത്ത് മുഹമ്മദിയത്ത്, നൂറ് മുഹമ്മദിയ അങ്ങനെ സംഭവം ഉണ്ട് തന്നെ അറിയാതെ മരിച്ചുപോയ ഔലിയാക്കന്മാരുണ്ട്. പേര് പറഞ്ഞ് ഞങ്ങൾ നീച്ചുമുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നാൽ നൂറ് മുഹമ്മദി അതിനെ കാണുകയും ഭൂമിയിൽ വെച്ച് കാണുകയും നൂറ് മുഹമ്മദി ഹഖീഖത്ത് മുഹമ്മദിയത്തിന്റെ അടുത്ത് പോയി അവിടെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്ത ഔലിയാവും ഈ ഭൂലോകത്തുണ്ട്. എല്ലാവർക്കും അറിയുന്ന മഹാനാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ. അവര് നൂറ് മുഹമ്മദീന്റെ അടുത്ത് പോയി അവിടെ പോയി കണ്ട ആളാണ്. ഹഖീഖത്ത് മുഹമ്മദിയത്ത് അവിടെ പോയി കണ്ട ആളാണ്. അപ്പം അത്ര ഗൗസുൽ ആലമിന്റെ പവർ, ഔലിയാന്റെ പവർ നിങ്ങൾക്ക് അറിയോ? എല്ലാവരും ഒരുപോലെ, സൃഷ്ടികളൊക്കെ ഒരുപോലെ. സൃഷ്ടിയാണ് തള്ളാൻ പറ്റുമോ? ഗൗസുൽ ആലം ഒരു പടപ്പാണ് എന്നാണ് തള്ളാൻ പറ്റുമോ? അപ്പോ ഗൗസുൽ ആലം എവിടെ? ഗൗസുൽ ആലം നൂറ് മുഹമ്മദി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ് ഗൗസുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഫിദ്ദുർറത്തിൽ ബൈളാഇ കാന ഇജ്തിമാഉനാ വഫീ ഖാബി ഖൗസൈൻ ഇജ്തിമാഉൽ അഹിബ്ബതി. ഖാബു ഖൗസൈൻ എന്ന മഖാം, ഖാബു ഖൗസൈനിലല്ലേ അഹിബ്ബത്തൊക്കെ പോയി, മെഹബൂബ്, ആഷിഖും മാഷൂക്കും പോയി നിൽക്കുന്ന സ്ഥലം, ഹബീബും മെഹബൂബും പോയി കാണുന്ന സ്ഥലം, അത് ഖാബു ഖൗസൈനിയല്ലേ ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന സ്ഥലം. അപ്പൊ ഖാബു ഖൗസൈനിയിൽ പോയി ഇടക്ക് പോകുന്ന ആളാണ് ദുർറത്തുൽ ബൈളാഇ. എന്താ? വെളുത്ത മുത്ത്. അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് മുഹമ്മദിയുമായി ഞാൻ പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രഗത്ഭരായ ഔലിയായി അവർക്ക് ചുരുക്കി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗൗസ്, കുത്തുബ് എന്നൊക്കെ പറയുന്ന മഹാന്മാർ, കുത്തുബുസ്സമാൻ, കുത്തുബുൽ ആലം, ഈ പേരിലൊക്കെ നിങ്ങൾ അറിയപ്പെട്ടിട്ടില്ല. ഗൗസുൽ ആലം, കുത്തുബുൽ അഖ്താബ്, ഇങ്ങനൊക്കെ പേരിൽ അറിയപ്പെടുന്ന മഹാന്മാർ, കുത്തുബായ മഹാന്മാർ. നമ്മളെ നാട്ടിൽ തന്നെ പല അഖ്താബിയങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. കുത്തുബുസ്സമാൻ ജമലുൽ ലൈലി അൽ കടലുണ്ടി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. അവരെപ്പോഴും സിയാറത്ത് ചെയ്യുന്ന സ്ഥലമാണ് മസാർ കടലുണ്ടി മഹാൻ. കടൽ ഉന്തി വന്ന ആളാണ് അവര്. മുസല്ല കടലിൽ വിരിച്ച് അവര് കടൽ ഉന്തി വന്ന ആളാണ്. ആ സ്ഥലത്തിന്റെ പേര് തന്നെ കടലുന്തിന്നായി, കടലുന്തിന്നായി പേര്. അവര് കുത്തുബാണ്. മമ്പുറം തങ്ങളെ കാലത്താണ് അവർ ജീവിക്കുന്നത്. മമ്പുറം തങ്ങളും കുത്തുബുസ്സമാന രണ്ടാളും രണ്ട് സമയത്താ ഒരേ സമയത്ത് രണ്ട് പ്രധാനമന്ത്രി ഉണ്ടാവാറില്ല ഒരേ സമയത്ത്. ഒരാൾ ഇറങ്ങിയ ശേഷം മറ്റേ കയറാൻ, മറ്റുള്ള മരിക്കണം നിർബന്ധമല്ല. അപ്പോ അവരൊക്കെ കുത്തുബുസ്സമാനായവല്ല. മടവൂർ തങ്ങൾ അവരും കുത്തുബുസ്സമാനായവരാണ്. കുത്തുബുസ്സമാൻ അതന്നെ കുത്തുബുൽ ആലം ആയ ആളാണ് മടവൂർ തങ്ങൾ. അവരൊക്കെ നൂറ് മുഹമ്മദിയുമായി കണക്ഷനുള്ള ആളുകളാണ്. ഹഖീഖത്ത് മുഹമ്മദിയത്തുമായി കണക്ഷനുള്ള ആളുകളാണ്. അങ്ങോട്ട് എത്താത്ത മഹാന്മാര് നൂറ് മുഹമ്മദി അറിയണമെന്നില്ല. ചിലരറിയും, ചിലര് നേരത്തെ അറിയും നൂറ് മുഹമ്മദി. തുടക്കത്തിൽ തന്നെ നൂറ് മുഹമ്മദി കണ്ടുവരുന്നവരും ഉണ്ടാവും. അള്ളാഹു താല കൊടുക്കുന്ന ഭാഗ്യാണ്, അള്ളാഹു കൊടുക്കുന്ന നിഅമത്താണ്. അള്ളാഹു താല ഓരോരുത്തർക്കും കൊടുക്കുന്ന നിഅമത്ത് വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലല്ല. അപ്പോൾ എല്ലാവരും പടപ്പാളാണ് എന്ന് പറഞ്ഞിട്ട് ഔലിയായിനെ ചെറുതാക്കാൻ പറ്റൂല. കാരണം മലക്കിന് കഴിയാത്ത കഴിവ് വലിയന് കഴിയും. അപ്പോ ഒക്കെ പടപ്പല്ലേ എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ പാടില്ല. പടപ്പാളെ കൂട്ടത്തില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒക്കുന്ന പടപ്പ് ആരുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാണ് അല്ലാഹു തആല സമ്പൂർണ്ണ മനുഷ്യനായി പഠിച്ചത്? മനുഷ്യനേക്കാൾ കഴിവുള്ള, തന്റേടമുള്ള,
ശക്തിയുള്ള ഒരു സാധനം അള്ളാന്റെ ഭൂമി അള്ളാന്റെ ലോകത്തുണ്ടെങ്കിൽ അള്ളാഹു തആല ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പറയൂലായിരുന്നു. എന്താ മനസ്സിലാക്കുന്നത്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരെ പോറ്റുന്നവൻ, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ദൈവം, മനുഷ്യരുടെ ആരാധ്യൻ, മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവ് എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആല എന്തിനാണ് ആദ്യം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ സമ്പൂർണ്ണ മനുഷ്യനായി ആദ്യം പടച്ചു വെച്ചു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാ സമ്പൂർണ്ണ മനുഷ്യനായി പടച്ചു വെച്ചു? എന്തിനാ അർശിനില്ലാത്ത പവർ അള്ളാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. എന്നാ മനസ്സിലായിക്കോ അതിന്റെ മറുപടി. നിങ്ങൾക്ക് ദുആഉൽ കർബ് അറിയോ? ദുആഉൽ കർബ് എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്, അതറിയോ? വലിയ വിഷമുണ്ടാവുമ്പോൾ ദുആഉൽ കർബ് ചൊല്ലിയാല് ദുആക്ക് ഉത്തരം. പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ പ്ലേറ്റിൽ ദുആഉൽ കർബ് എഴുതുകയോ വെള്ളത്തിൽ മന്ത്രിക്കുകയോ ചെയ്ത് കുടിച്ചാൽ പ്രസവം എളുപ്പമാവും. ദുആഉൽ കർബ്, ആ ദുആഉൽ കർബ് മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കണം. ഏതാണ് ദുആഉൽ കർബ്? എല്ലാ പ്രശ്നത്തിനും അത് പരിഹാരം. ദുആഉൽ കർബ് ചൊല്ലുമ്പോൾ അതിന്റെ അക്ഷരശുദ്ധിയോടെ ചൊല്ലണമെന്ന് മാത്രം. ലാ ഇലാഹ എന്ന് പറഞ്ഞാലൊന്നും ഉത്തരം കിട്ടൂല, പലപ്പെടൂല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഹദീസല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. അതാ ദുആഉൽ കർബ്. എന്താ അതിൽ പറഞ്ഞത്? അതിലൂടെ ദുആ, അതിൽ ദുആ ഉണ്ട്, അതിൽ എല്ലാ ദുആവും അതിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു വാക്ക് പറയുമ്പോൾ അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്യാൻ കാരണം? അതിൽ അല്ലാഹുവിനെയും പറയുന്നുണ്ട്, മുത്തനബിനെയും പറയുന്നുണ്ട്. ദുആഉൽ കർബിൽ മുത്തനബിനെ പറയുന്നുണ്ട്, ദുആഉൽ കർബിൽ മുത്തനബിയെ കൊണ്ട് ഇട തേടുന്നുണ്ട്. അതാ അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്യാൻ കാരണം. എവിടെ മുത്തനബിനെ കൊണ്ട് ഇട തേടുന്നത്? അതിന് മൗലിദുൽ ഹുസ്നൈനി പഠിക്കണം, അപ്പം മനസ്സിലാവും ദുആഉൽ കർബിൻ്റെ മാന. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെല്ലാ മജ്ലിസിലും ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രമേ എൻ്റെ വിചാരങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ഞാൻ സമർപ്പിക്കൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിലേ സമർപ്പിക്കൂ. അവന് മാത്രമേ എൻ്റെ കൽബിൽ ആരാധ്യനായിട്ടുള്ളൂ. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ വിചാരങ്ങളോ ഞാൻ തിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു സ്വാർത്ഥ താല്പര്യത്തിലേക്ക് ഞാൻ എൻ്റെ കഴിവുകളെ, ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ തിരിക്കുകയില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വാക്ക്? ഞാൻ തിരിക്കുകയില്ല എന്ന് ഈ ഉറപ്പിച്ച് പറയും. അതല്ലേ ഏറ്റവും വലിയ തൗബ. യൂനുസ് നബി അലൈഹിസ്സലാം കടലിൽ ഒരു മത്സ്യം വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാമിനെ തോണിയിൽ കയറി എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ തോണിയിൽ കയറി തോണിയിൽ നിന്ന് പിടിച്ച് ആളുകൾ കടലിൽ വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. യൂനുസ് നബിനെ മനസ്സിലായി എൻ്റെ ചെറിയൊരു അമളി പറ്റിയതാണ്. യൂനുസ് നബിൻ്റെ തൗബ എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, അതന്നെ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ എൻ്റെ എല്ലാം സർവസ്വവും ഞാൻ സമർപ്പിക്കൂ. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അള്ളാഹുവിന് മാത്രമേ ഞാൻ സമർപ്പിക്കൂ എന്ന് ഉറപ്പിക്കുക തന്നെ വേണം. എന്നിട്ടത് പറയണം. അൽ അലീമുൽ ഹലീം. എന്താണ്? അതല്ലേ പറയേണ്ടത്. അപ്പോൾ അള്ളാഹുവിന് നമ്മോട് അലിവ് വരിക, നമ്മൾ അള്ളാഹുവിനെ പൊറുക്കും, മാപ്പ് ചെയ്യും. അപ്പം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരും. അൽ അലീം, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു, എല്ലാം അറിയുന്ന അള്ളാഹു. അൽ അലീം. അൽ ഹലീം, അറിയാത്തത് കൊണ്ടല്ല അള്ളാഹു ക്ഷമിക്കുകയാണ്. സഹിഷ്ണുവായ അള്ളാഹു, നീ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അതേ നാണയത്തിൽ അള്ളാഹു തആല നിന്നോട് പെരുമാറിയാൽ നിന്റെ കഥ കഴിയും.
മുളയിൽ തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ അള്ളാഹു ഹലീമ, അള്ളാഹുവിൻ്റെ ഹിൽമ്, അള്ളാഹുവിൻ്റെ സഹനം. ഈ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിനല്ല അള്ളാഹുവിൻ്റെ സഹനം. അതാണ് ഹിൽമ്. ആകാശങ്ങൾ ഞെരുങ്ങുന്നുണ്ട്, ആ ആകാശം ഞെരുങ്ങാൻ അവകാശപ്പെട്ടത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹിൽമിൻ്റെ ഊക്കാണത്. മുത്തക്കബ്ബിരീങ്ങളും ദുർമാർഗികളും അക്രമികളും ഭൂമിയിൽ വേണ്ടാത്തത് ചെയ്യുമ്പോൾ അള്ളാഹു തആല ഹിൽമ് കൊണ്ട് പെരുമാറുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ക്ഷമിക്കുന്നവനും എല്ലാം അറിയുന്നവനും അതേ സമയത്ത് അള്ളാഹു ക്ഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ അള്ളാഹുവാണ് ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. അതിൽ 2 അർശിനെ പറയുന്നുണ്ട്. റബ്ബുൽ അർശിൽ അലീം എന്നും പറയുന്നുണ്ട്, റബ്ബുൽ അർശിൽ കരീം എന്നും പറയുന്നുണ്ട്. ഏതാ 2? റബ്ബുൽ അർശ് ഒരിടത്ത് അലീമും ഒരിടത്ത് കരീമും ആയത് എന്തുകൊണ്ടാണ്? എന്താ 2 കോലത്തിൽ വന്നത്? റബ്ബുൽ അർശുൽ കരീമും റബ്ബുൽ അർശുൽ അലീമും അതൊന്നും അറിയൂല. പിന്നെ എങ്ങനെ ദുആഉൽ കർബ് ചൊല്ലിയ ഉത്തരം കിട്ടണേ? വേണ്ടുന്ന ഫലം ഉണ്ടാകുന്നത് എങ്ങനെ? റബ്ബുൽ അർശിൽ അലീം, മഹാനായ അർശ്, ഏറ്റവും ഉന്നതമായ അർശ്, ആ അർശിൻ്റെ ഉടമയായ അള്ളാഹു, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും മുകളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എൻഡിങ് പോയിന്റ്, ഈ പ്രപഞ്ചത്തിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോയിന്റ്, അവിടെ അല്ലാഹു തആല നിലനിർത്തിയ സൃഷ്ടിയാണ് അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ. അത് അർശിനേക്കാളും വലുതാണ്, അർശുൽ കരീമിനേക്കാളും വലുതാണ്. കാഴ്ചയിലും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനത്തിലും അർശുൽ അലീം. ആ അർശുൽ അലീമിൻ്റെ ഉടമയായ സൃഷ്ടാവായ നിയന്താവായ അള്ളാഹു, അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർശുൽ അലീമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൗലിദുൽ ഹുസ്നൈൻ്റെ സലാം ബൈത്തിൽ തന്നെ ഉണ്ട്. നമ്മളിന്ന് സലാം ബൈത്ത് അല്ലിയില്ലേ, ആ സലാം ബൈത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ മൗലിദുൽ ഹുസ്നൈനി ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മൗലിദുൽ ഹുസ്നൈനി മനസ്സിലാക്കിയവന് അത് മതി. അസ്സലാമു അലൈക അർശൻ ലിസ്സമീഇ റഹ്മതൽ ലിൽ ആലമീന യാ ശഫീഇ. 2 വരിയും വലിയ ബന്ധമുണ്ട്, ഓരോ വരികളും ബന്ധമുണ്ട്. അസ്സലാമു അലൈക നബിയെ, അങ്ങക്ക് സലാം. അർശൻ ലിസ്സമീഇ, സമീആയ അല്ലാഹുവിൻ്റെ അർശായ നബിയെ. സമീആയ അല്ലാഹുവിൻ്റെ അർശാണ്, സിംഹാസനമാണ്. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രാദുർഭാവം പൂർണ്ണമായ മറ്റൊരു സൃഷ്ടിക്കും താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള, ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള തജല്ലി അല്ലാഹു തആല അൽ ഇൻസാനുൽ കാമിലായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, നൂറു മുഹമ്മദിയയിലേക്ക് അള്ളാഹു സദാ തജല്ലിയാകുന്നുണ്ട്. അതാണ് മുത്തനബിയെക്കുറിച്ച് അർശുൽ അദീം, അൽ അർശുൽ അഅല എന്ന് അതിന് പറയുക. ഹൈ ലെവൽ, ഏറ്റവും വലിയ അർശ്. അപ്പോൾ അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർശിനെ അല്ലാഹു തആല ആദ്യം പഠിച്ചു. അതിനേക്കാൾ വലിയൊരു സൃഷ്ടി വേറെ ഇല്ല. അതിനെ പഠിച്ചു വെച്ചിട്ട് പിന്നീട് എന്താ പറയുന്നത്? റഹ്മത്തൽ ലിൽ ആലമീന യാ ശഫീഇ. റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്കെല്ലാം റഹ്മത്തായിട്ടുള്ള നബിയെ, അർശായ നബിയെ. അതിനവിടെ പറഞ്ഞ്, അതാണ് അവിടെ ഇപ്പം നമ്മൾ പറയുന്നത്. എന്തിനാണ് ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പഠിച്ചു വെച്ചത് എന്നുള്ളതിന് ഉത്തരം നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ദുആഉൽ കർബ് ഓർമ്മ വന്നത്. ആദ്യം പഠിച്ചു വെച്ചത് സർവശക്തനായ അല്ലാഹു തആല. ആ അല്ലാഹു തആലയിൽ നിന്ന് സകലതും, സൃഷ്ടികൾക്ക് വേണ്ടതെല്ലാം
വാങ്ങാൻ സ്വീകരിക്കാൻ കഴിവുള്ള ഒരൊറ്റ സൃഷ്ടിയെ മാത്രമേ അള്ളാഹ് പഠിച്ചിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇത് വേറെന്തോ മനസ്സിലാക്കി തിരുത്തിക്കോ, ഒരു രക്ഷയില്ല. ഇത് വേറെന്തോ മനസ്സിലാക്കി തിരുത്തിക്കോ, ഒരു രക്ഷയും ഇല്ല. അല്ലാഹു തആല ഇൻസാനുൽ കാമില മുത്തനബി അല്ലാതെ വേറെ ഒരു മലക്കിനി ഒരു സൃഷ്ടിനി അല്ലാഹു തആല അള്ളാഹുവിൽ നിന്ന് സർവ്വതും ഇൽമാവട്ടെ മഅരിഫത്താവട്ടെ സമ്പത്താവട്ടെ നിനക്ക് ഉള്ള ഏതൊരു കഴിവാവട്ടെ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ആദം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി ഈസാ നബി അടക്കമുള്ള ഏത് നബിയാവട്ടെ റസൂലാവട്ടെ വലിയാവട്ടെ ഗൗസുൽ ആലമാവട്ടെ എല്ലാവർക്കും ഉള്ള കഴിവ് അവർ അള്ളാഹുവിൽ നിന്ന് ആരും ഡയറക്റ്റ് സ്വീകരിക്കാൻ പ്രാപ്തരല്ല, കഴിയൂല. അത് നിങ്ങൾ മൊബൈലിൻ്റെ ചാർജർ കണ്ടിട്ടില്ലേ? എന്തിനാ മൊബൈലിന് ഒരു ചാർജർ? ആ മൊബൈലിന്മേ തന്നെ 2 കമ്പി ഉണ്ടെങ്കിൽ അതങ്ങ് കുത്തി കൊടുത്താൽ പോരെ. എന്താ അങ്ങനെ ചെയ്യാത്തത്? മൊബൈലിന് എന്തിനാ ചാർജർ വെച്ചത്? മൊബൈലിൻ്റെ ചാർജർ ഇല്ലെങ്കിൽ മൊബൈലിന് 2 പിന്നാണ് അവിടെ എങ്കിൽ ആ പിന്ന് ഡയറക്റ്റ് നാം സാധാരണ കുത്തുന്ന പ്ലഗിലേക്ക് അങ്ങ് കുത്തി കൊടുത്താൽ മൊബൈൽ അങ്ങ് കരിഞ്ഞു പോകും. എന്താ കാരണം? അത് താങ്ങാനുള്ള പവർ താങ്ങാനുള്ള കഴിവ് മൊബൈലിനില്ല. അപ്പോൾ ചാർജർ എന്താവണം? ചാർജറിൻ്റെ പിന്ന് കുത്തി കൊടുത്ത് പ്ലഗിൽ കുത്തിയാൽ അതിൽ നിന്ന് അതിന് ഈ മൊബൈലിന് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പവർ അതിൽ നിന്ന് സ്വീകരിച്ച് മൊബൈലിലേക്ക് കൊടുക്കും. അതല്ല ചാർജർ ചെയ്യുന്ന പ്രവർത്തനം. അങ്ങനെ എന്തെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. വലിയ ട്രാൻസ്ഫോമർ, ആ വലിയ ട്രാൻസ്ഫോമറിന് നേരെ ഈ ബൾബ് കത്താൻ പറ്റുമോ? ജനറേറ്റർ കൊടുക്കാൻ പറ്റുമോ? വലിയ ട്രാൻസ്ഫോമറിലേക്ക് ജനറേറ്റർ കരിഞ്ഞു പോകൂലേ? അപ്പോൾ അതിങ്ങനെ പാകപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്ത് വരണം. അപ്പോൾ ലോകത്തിന് ആവശ്യമായ സർവ്വ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്ഫോമറാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മുത്തനബിയെ മുഹവ്വിലുൽ ആലം, ലോകത്തിൻ്റെ ട്രാൻസ്ഫോമറായി പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യം ആ ട്രാൻസ്ഫോമറിലേക്കാണ് അല്ലാഹു തആല സൃഷ്ടികൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുള്ള പക്വതയിലുള്ള ഒരൊറ്റ സൃഷ്ടിയെ പഠിച്ചിട്ടുള്ളൂ. എല്ലാവരും ആ പവറിൽ പഠിച്ചാൽ എങ്ങനെ? അപ്പോൾ ഈ അല്ലാഹു തആലാൻ്റെ കഴിവാണ് എല്ലാവർക്കും കിട്ടേണ്ടത് പറഞ്ഞാൽ നടക്കുമോ? അല്ല. എന്നാണാനും അള്ളാഹിൻ്റെ കഴിവന്നെ കിട്ടുന്ന, പക്ഷേ അള്ളാഹ് ഡയറക്റ്റ് എനിക്ക് തരാമെന്ന് വിചാരിക്കണ്ട, ചത്തുപോകും, കാഫിറായി സൂൽ ഖാത്തിമയിൽ ചത്തുപോകും. മുത്തനബിനെ മനസ്സിലാക്കണം, മുത്തനബിയെ അറിയണം. ഒരൊറ്റ കുത്തുബിനും വലിയനും എനിക്ക് കിട്ടുന്നത് എൻ്റെ സ്വന്തം തൻ്റെ ഇടമാണ്, ഞാൻ ഡയറക്റ്റായി സ്വീകരിക്കുകയാണ് എന്ന് വിചാരിക്കാൻ ഒരൊറ്റ കുത്തുബിനും സാധ്യമല്ല. ആണെങ്കിൽ ആ കുത്തുബ് ജാഹിലായി പോയി, ജാഹിൽ കുത്തുബാവുകയില്ല. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് വിവരമില്ലാത്ത ആളുകൾ ഉണ്ടായിക്കൂടായില്ല. ഔലിയാക്കന്മാരെല്ലാവരും ഒരു മർത്തബിയിലല്ലേ? വിലായത്ത് കിട്ടിയോലല്ല ഒരു മർത്തബിയിലല്ല. കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം അത് തൊട്ട് കളിക്കാൻ പറ്റിയ സ്ഥാനമല്ല. അങ്ങോട്ട് അവരല്ലാത്തവർ ആ ഒരു പവറിലേക്ക്, അറിവിലേക്ക് അങ്ങോട്ട് എത്തൂല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആദ്യം പഠിച്ചു വെച്ചത് ആ മുത്തുനബിയാണ്. എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടതെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മുത്തനബിനോട് ഡയറക്റ്റ് അയച്ച് ഒന്ന് ചോദിച്ചാൽ കാഫിറായി പോകുന്നറിയാം. മുത്തനബിയെ എനിക്ക് വേണ്ടത് തരണേ, എനിക്ക് ഇൽമ് തരണേ, എനിക്ക് കൽബിലേക്ക് നൂറ് തരണേ എന്ന് മുത്തനബിനോട് പറഞ്ഞ കാഫിറായി പോവേ. ആര് പറഞ്ഞു? സ്വഹാബത്ത് സ്വർഗം ചോദിച്ചത് മുത്തനബിനോടല്ലേ? സ്വഹാബത്ത് സ്വർഗം ചോദിച്ചത് മുത്തനബിനോടല്ല. അസ്അലുക, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. അസ്അലുല്ലാഹ എന്നല്ല പറഞ്ഞത്, അള്ളാഹിനോട് നിങ്ങൾ വഴി ചോദിക്കുന്നു എന്നല്ല, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ അടുത്ത് സ്ഥാനം കിട്ടണം, അത് നിങ്ങളോട് ഞാൻ ചോദിക്കണം. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞ്? ഹേയ്, അത് എന്നോട് വെച്ചിട്ട് കാര്യമില്ല, അള്ളാഹിനോട് ചോദിക്കുന്നല്ലേ പറഞ്ഞത്. തരാം. പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. മുത്തനബി വലിയ സൈക്കോളജിയുള്ള ആളാണ്. പിന്നെ ഇബാദത്തൊക്കെ നിർത്തി, തഹജ്ജുദൊക്കെ നിർത്തി. ഞാനേതായാലും ഇപ്പോൾ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് സ്ഥാനം കിട്ടുന്ന ആളല്ലേ സ്വർഗത്തിൽ. അതില്ലാതിരിക്കാൻ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈക്കോളജി പറഞ്ഞ്,
അഇന്നി അലാ ദാലിക ബികസറത്തി അസ്സുജൂദി, നീ കൂടുതൽ ശ്രദ്ധിക്കണം നിസ്കാരത്തിൻ്റെ കാര്യം. അത് ആ കൂടുതൽ സുജൂദ് ചെയ്തതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ എത്തണമെന്നല്ല അതിൻ്റെ അർത്ഥം. കൊടുക്കേണ്ടത് കൊടുത്തു, പക്ഷേ ആ ഒരു കൊടുത്ത സംഗതി അതുണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാ അമലുകളും ആരാധനകളും നിർത്തിവെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹദീസുകളും ആയത്തുകളും കേൾക്കലും കാണലുമല്ല വിഷയം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നിടത്താണ് വ്യത്യാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹു തആല റഹ്മത്തല്ലിൽ ആലമീൻ, എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കാനുള്ള ആളായിട്ട് അള്ളാഹ് വെച്ചിട്ടുള്ളത്. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും വലിയാണെങ്കിലും നബിയാണെങ്കിലും റസൂലാണെങ്കിലും മലക്കാണെങ്കിലും എല്ലാവർക്കും കിട്ടുന്നത് എവിടുന്നാ? അത് നൂറ് മുഹമ്മദിയിൽ നിന്നാണ്, ഇൻസാനുൽ കാമിലിൽ നിന്നാണ്, അതായത് അർശുൽ അലയിൽ നിന്നാണ്, അർശുൽ അലീമിൽ നിന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ കാരണം ആ നൂറ് മുഹമ്മദിയെ അള്ളാഹു ആദ്യം പഠിച്ച് ആ നൂറ് മുഹമ്മദീനാണ് അള്ളാഹു തആല റിസാലത്ത് കൊടുത്തത് ആദ്യം. ആ ഇൻസാനുൽ കാമിലിനാണ്, രക്തമില്ലാത്ത ഇൻസാനുൽ കാമിൽ, ആ ഇൻസാനുൽ കാമിലിനാണ് അള്ളാഹു തആല ആദ്യം റിസാലത്തും നുബുവത്തും കൊടുത്തത്. ആർക്കുള്ള നുബുവത്തും റിസാലത്താ കൊടുത്തത്? ആരിലേക്കുള്ള റിസാലത്താ കൊടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ മലക്കുകളിലേക്കുള്ള റിസാലത്ത്. ആ മലക്കുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ എവിടെ വെച്ചിട്ട്? അർശിലേക്കുള്ള റസൂലാണ്. അർശ് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അർശ് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നുണ്ട്. ഈ അർശിന് എവിടുന്ന് ആ വിവരം കിട്ടിയേ? അള്ളാഹ് നേരെ പറഞ്ഞു കൊടുത്തതല്ല, അള്ളാഹ് ഡയറക്റ്റായി പറഞ്ഞു കൊടുത്തതല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് അർശിന്. എന്ന് ഇവിടെ മക്കത്ത് വന്നതിന് ശേഷമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കോടാനുകോടി വർഷം മുമ്പ് മുത്തനബി ഇല്ലേ? അപ്പം അർശിനെ പഠിച്ച ശേഷം അർശിന് അള്ളാഹുവിനെ ബഹുമാനിക്കാൻ ആവശ്യമായ, ആരാധിക്കാൻ ആവശ്യമായ തസ്ബീഹുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളെ പഠിച്ചപ്പോൾ മലക്കുകളോട് അള്ളാഹു തആല പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തരാനുള്ള ഗുരുവാണ് ഇൻസാനുൽ കാമിൽ, ആണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇൻസാനുൽ കാമിലിൻ്റെ അടുത്ത് നിൽക്കാനൊന്നും അവർക്ക് എല്ലാവർക്കും പറ്റൂല കേട്ടോ. അതിൽ പവറുള്ളൊരു മലക്കുകളെ ആദ്യം പഠിച്ചത് അള്ളാഹു തആല. അൽ മലഉൽ അഅല എന്ന അവരുടെ പേര്. അൽ മലഉൽ അഅല, ഹൈ ലെവലിലുള്ള കൂട്ടർ മലക്കുകൾ. ഒരു ഭൂമിക്ക് വരൂല, ഒരു സിദ്റത്തുൽ മുൻതഹയുടെ തായോട്ട് അവർ വരൂല, അവർ മേലോട്ട് മാത്രമേ വരൂ. അവർക്ക് തായോട്ട് വരാനുള്ള അധികാരമില്ല. അവിടെ നിൽക്കുന്ന മലക്കുകളാണ് അർശിൻ്റെ ഒക്കെ മുകളിലുള്ള മലക്ക്. അർശിൻ്റെ മുകളിലുണ്ട് മലക്കുകൾ. ആ മലക്കുകൾ അവർക്കാണ് നൂറ് മുഹമ്മദി ഡയറക്റ്റ് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമൊക്കെ ഉള്ള സിദ്റത്തുൽ മുൻതഹയുടെ തായ് ഭാഗത്താണ്. അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തതും മുത്തനബി തന്നെയാണ്, ഡയറക്റ്റ് തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനെ നേരെ നൂറ് മുഹമ്മദി പവറോടുകൂടെ കണ്ടിട്ടല്ല. അത് ഒരിക്കൽ മദീനത്ത് മുത്തനബി വന്നതിന് ശേഷം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, നൂറ് മുഹമ്മദിനെ ഡയറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ചെറിയൊരു ലൈറ്റേ കണ്ടിട്ടുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇൻസാനുൽ കാമിൽ. അത് എത്രയോ പ്രകാശവർഷം അപ്പുറത്തുനിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം കാണുന്ന സിദ്റത്തുൽ മുൻതഹന്റെ അവിടെ വെച്ച് കണ്ടാലേ അങ്ങനെ നൂറ് മുഹമ്മദി ഹഖീഖത്ത് മുഹമ്മദിയത്തിനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരു നക്ഷത്രം പോലെ, ഏത് ലൈറ്റുള്ള സാധനവും മേലെ ഒരു നക്ഷത്രം പോലെ തോന്നുക. നക്ഷത്രമല്ല, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര വേണം അള്ളാഹിന്റെ പ്രപഞ്ചത്തിൽ, വലുപ്പം എത്ര മാത്രം വേണം? ആ നൂറ് മുഹമ്മദിയും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും കറങ്ങന്നെ, എന്തും കറങ്ങി തന്നെയാണ്. എല്ലാവരും തിരിഞ്ഞു എല്ലാം തിരിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അർശുൽ അലിയായ നൂറ് മുഹമ്മദി ഹഖീഖത്ത് മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് അള്ളാഹു തആല ആദ്യം നുബുവത്ത് കൊടുത്തു. ആദ്യത്തെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ നബിയാണ്. നബി തങ്ങൾ ഹദീസ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ അവ്വലുൽ അംബിയായി, ഞാൻ ആദ്യത്തെ നബിയാണ്. ആദ്യത്തെ നബിയാന്ന് പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ നബിയാണ് ഞാൻ. ആദ്യത്തെ നബി അവരുടെ സ്ഥാനമാണ്, ഞാനാണ് സാക്ഷാൽ പ്രഥമ നബി. കാരണം മലക്കിലേക്കും അർശിലേക്കും ആകാശത്തിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കാനും ഭൂമിക്കായത് പറഞ്ഞു കൊടുക്കാനും എല്ലാ വസ്തുക്കൾക്കും ദിക്ർ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിനെ എങ്ങനെ ദിക്ർ ചൊല്ലണം, ബഹുമാനിക്കണം, തസ്ബീഹ് ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നോക്കുകയാണ് നിങ്ങൾ മുത്തുനബിൻ്റെ പവർ. അതല്ലേ
റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞത് അതല്ലേ ആദം റസൂലുള്ളാ എന്ന് പറയുന്നത് പോലല്ല മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നത്. ഈ ആദം നബിയെയും പഠിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയെയും സജ്ജമാക്കിയത് ഭാവിയിൽ ഭൂമിയിലേക്കുള്ള ഒരു പ്രവാചകനായി വരാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാമിൻ്റെ റൂഹിനെ ആദ്യം ഇൽമ് പഠിപ്പിച്ചു, മാരിഫത്ത് പഠിപ്പിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലമുൽ അർവാഹിൽ വെച്ചിട്ട് പഠിപ്പിച്ചു. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അവരുടെയൊക്കെ റസൂലാണ്, അവരുടെയൊക്കെ നബിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഇമാം ബൂസീരി പറഞ്ഞത്, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി. എല്ലാ അംബിയാ മുർസലീങ്ങളും മുത്തനബിയാവുന്ന വിജ്ഞാന സാഗരത്തിൽ നിന്നാണ് കോരിയിട്ട് അവർക്ക് കിട്ടിയത് ചെറിയൊരു പോറൽ മാത്രം അവർക്ക് കിട്ടിയത് കേട്ടോ. ആർക്ക്? ഔലിയാക്കന്മാർക്കല്ല, അമ്പിയാക്കന്മാർക്ക് തന്നെ കിട്ടിയത്. അമ്പിയാക്കന്മാർക്ക് തന്നെ കിട്ടിയത് മുത്തനബിയുടെ അറിവിൽ നിന്ന് ചെറിയൊരു പോറലാണ്. അപ്പം മുത്തനബിൻ്റെ വലിപ്പത്തിന് നിങ്ങൾ മുത്തനബി സൃഷ്ടിയാന്ന് പറഞ്ഞാൽ മുത്തനബിനെ ചെറുതാക്കാൻ പറ്റുമോ? ആരാണ് മുത്തനബി? മുത്തനബി വല്ലതും അറിയോ? മുത്തനബി റസൂലാന്നല്ലാതെ വേറെന്തോ അറിയോ? എന്തോ പഠിച്ചിക്കണോ? മുത്തനബിൻ്റെ വലിപ്പൊന്നും പഠിക്കാതെ മുത്തനബി പടപ്പാന്ന് പറഞ്ഞ് ചെറുതാക്കുക. പടപ്പാളൊക്കെ ഒരുപോലല്ല എന്നാ പോയി പറഞ്ഞ്. മുത്തനബിക്ക് താങ്ങാൻ കഴിയുന്ന അറിവും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിവും വേറൊരു മലക്കിനും ഒരു സൃഷ്ടിക്കുമില്ല. അപ്പം എല്ലാവരും ഒരുപോലാണ് അങ്ങനെ. അപ്പം ആ മുത്തനബിനോട് നമ്മൾ സഹായം തേടുന്നത് അത് നമ്മളെ ഭാര്യനോട് സഹായം തേടുന്ന മാതിരിയല്ല. വസ്തുത്തിൽ ഭാര്യയും പടപ്പന്നെയാണ്, മുത്തനബിയും പടപ്പന്നെയാണ്. ഭാര്യനോട് സഹായം തേടുന്നത് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചെറിയൊരു വലിയനോട് സഹായം തേടുന്നത് പോലെയല്ല. ആ ചെറിയ വലിയനോട് സഹായം തേടുന്നത് ഔലിയാൻ്റെ കൂട്ടത്തിലുള്ള വലിയ മഹാനോട് സഹായം തേടുന്നത് പോലെയല്ല. ഔലിയാൻ്റെ കൂട്ടത്തിലുള്ള വലിയ മഹാനോട് സഹായം തേടുന്നത് ഒരു നബിയിനോട് സഹായം തേടുന്നത് പോലെയല്ല. ഒരു നബിയിനോട് സഹായം തേടുന്നത് ഒരു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്നത് പോലെയല്ല. ഇതൊക്കെ വലിയ വലിയ അള്ളാഹുവിൻ്റെ നിമിത്തങ്ങളല്ലേ? അള്ളാഹു വലിയ ബഹുമാനം കൊടുത്ത ആളുകളല്ലേ? അതൊക്കെ ഒരുപോലെ എന്ന് പറയാൻ പറ്റുമോ? ഒരുപോലെ എന്ന് വിചാരിക്കാൻ പാടില്ല. ഉള്ളതെല്ലാം പറയാൻ പാടില്ല. വാപ്പ, നിന്റെ ഉപ്പ ആലിമോ ജാഹിലോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എൻ്റെ വാപ്പ ജാഹില എന്ന് പറയാൻ പാടില്ല. മര്യാദയുള്ള മകനാണെങ്കിൽ എന്താ പിന്നെ പറയാ? എൻ്റെ വാപ്പ സാധാരണക്കാരനാന്ന് പറയാം. എൻ്റെ വാപ്പ മൂഢനാണെന്ന് പറയാൻ പാടില്ല. മൂഢനല്ലേ? മൂഢനാണ് ഉള്ളത് പറയാൻ പാടില്ല. വാപ്പ ചിലപ്പോൾ മൂഢനേക്കാരം, വാപ്പ സാധുവായിരിക്കും ചിലപ്പോൾ. ഈ വലിയ വിദ്യാഭ്യാസമൊക്കെ പഠിച്ച് വലിയ ബിസിനസ്മാനും വലിയ കിതാബൊക്കെ നോക്കി വലിയ പണ്ഡിതനൊക്കെ ആയിട്ടുണ്ടാവും. വാപ്പാൻ്റെ ഒക്കെ ഈ വർത്താനൊന്നുമില്ല. വാപ്പ സാധുവാണ്, ഒരു വിക്കർസുമില്ല, ഒരു വെളുവില്ല. എൻ്റെ മാതൃക്കത്തെ വെളുവൊന്നും വാപ്പ പഠിച്ചിട്ടില്ല. വാപ്പ അല്ലാഹു അക്ബർ, ഒരു കുൽഹു അല്ലാഹും ഫാത്തിഹ പഠിച്ച്, പിന്നെ കുനൂത്തും, അതാ വാപ്പ ആകെ പഠിച്ചത്. വാപ്പ അങ്ങനെ അൽഹംദുലില്ലാ നല്ലൊരു കീമാൻ കെട്ടി മരിച്ചുപോയി. എൻ്റെയൊക്കെ വെളുകൊണ്ട് ലോകാകെ എൻ്റെ കീശയിലാക്കാനുള്ള വെള എൻ്റെയൊക്കെ. അപ്പോൾ വാപ്പാനെ പറ്റി ചോദിച്ചു. എൻ്റെ അറിവനുസരിച്ച് ഇപ്പോൾ അനുഭവം അനുസരിച്ച് വാപ്പ പൊട്ടനാ. പക്ഷെ വാപ്പാനെ പറ്റി ഇത് പൊട്ടനെന്ന് പറയോ? പറഞ്ഞാൽ എൻ്റെ പോയി പൊട്ടനായി. ഇബിലീസിനതല്ലേ പറ്റിയേ? ഇബിലീസിനല്ല പഠിച്ചല്ലോ. എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കാനാ. അപ്പോൾ വാപ്പാനെ പറ്റി പൊട്ടൻ എന്ന് പറയാൻ പാടില്ല. ശരിക്കും പൊട്ടനായിരിക്കും ചിലപ്പോൾ, പറയാൻ പാടില്ല. വാപ്പ സാധാരണക്കാരെന്നേ പറയാവൂ. ബഹുമാനിക്കണം. വാക്കുകൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ ബഹുമാനം വേണം, അല്ലേ? ഞാൻ അള്ളാഹിൻ്റെ പടപ്പായതുപോലെ മുത്തനബിയും അള്ളാഹുവിൻ്റെ പടപ്പാണ് എന്ന് പറയാൻ പാടില്ല. മാലിക്കീയത്തൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ കാഫറാവുന്ന മാലിക്കീയത്തൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ തുലനം ചെയ്ത് സംസാരിക്കാൻ പാടില്ല. മുത്തനബിയുടെ കാര്യത്തിൽ നിന്ന് തുലനം ചെയ്ത് സംസാരിക്കാൻ പാടില്ല എന്ന് ഇമാം ഖാദി ഇയാദ് അവിടുത്തെ ഷിഫായിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുവേ മാലിക്കീയത്തിൽപ്പെട്ട മാലിക്കി പണ്ഡിതന്മാർക്ക് ഭയങ്കര ബഹുമാനമാണ് മുത്തനബിനെ. ആ ബഹുമാനമുള്ള ആളുകൾ അവർ പറയുന്നത് മുത്തനബിയെ സ്പർശിച്ചുകൊണ്ട് ഒരു തുലനം ചെയ്ത് സംസാരിക്കാൻ പാടില്ല. നിസ്തുലരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണെന്ന് മുത്തനബി പറഞ്ഞോടെ ഇജ്ജ് അറിയാൻ പാടില്ല. ഇന്നമാന ബഷറും മിസ്ലുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇജ്ജ് പറഞ്ഞ അർത്ഥമല്ല, സാധാരണ നമ്മളെ പോലത്തെ മനുഷ്യനാന്നല്ല എൻ്റെ അർത്ഥം. മുത്തനബി അല്ല, ഒരർത്ഥത്തിൽ മുത്തനബി സാധാരണ മനുഷ്യൻ, ഇജ്ജ് അസാധാരണ മനുഷ്യനാണ്. കയ്യും കാലും ഉണ്ട് എന്നല്ലാതെ എന്താ. ഇയാണ് അസാധാരണ മനുഷ്യൻ, മുത്തനബി സാധാരണ മനുഷ്യനാണ്. അള്ളാഹ് പഠിച്ച ഇൻസാൻ കാമിൽ സമ്പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ആൾ അത് മുത്തനബിയാണ്. ഇജ്ജ് എന്തോ ഒരു സാധനം, മനുഷ്യൻ്റെ കോലം കാണുന്നുണ്ട്, മനുഷ്യന് പറഞ്ഞിട്ടുള്ള മാനവികത ഒന്നും കാണുന്നില്ല. ഇജ്ജ് പാട്ടുകാരനല്ലാതെ. അപ്പോൾ ഇയാണ് അസാധാരണ മനുഷ്യന്, മുത്തനബി സാധാരണ മനുഷ്യനുമാണ്. ഉള്ളതൊക്കെ പറയാൻ പാടില്ല. വാപ്പാക്ക് പറയുന്നൊരു വാക്കാണ് തന്താന്ന്. വാപ്പാനെ തന്തേന്ന് വിളിച്ചാൻ പാടില്ല, ഉപ്പാൻ തന്നെ വിളിക്കണം. ഉള്ളതെല്ലാം പറയാൻ പാടില്ല, അത് ബഹുമാനക്കേടാണ്. ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് മൗലിദുൽ ഹുസ്നൈനിൽ പറഞ്ഞത് റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കാൻ. കാഫിറാവട്ടെ എല്ലാം അള്ളാഹിൻ്റെ പടപ്പുകളാണ്. അല്ലാഹു തആല എല്ലാവരും പോറ്റും. അതിനാണ് അല്ലാഹു തആലാൻ്റെ റഹ്മത്ത്, അള്ളാഹിൻ്റെ റഹ്മാനിയത്ത്. അതാണ് അതെല്ലാവരും പോറ്റും ദുനിയാവിൽ. പിന്നെ പടക്കണം. അപ്പം എല്ലാവരും അള്ള പോറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് പോറ്റുന്നത്? അള്ള ഡയറക്റ്റ് കൊടുക്കുകയല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് മുത്തനബിക്ക് കൊടുക്കും. മുത്തനബിയാണ് പിന്നെ അത് ആവശ്യമുള്ളവർക്കൊക്കെ ഓഹരി ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ പലതും സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഏത് സംശയവും ഞാൻ ഏറ്റവും ഞോട് ചോദിച്ചു, എന്ത് സംശയം എനിക്ക് ഉണ്ട്? നേരം വിളിക്കോളം ചോദിച്ചു എന്ന് വിടുന്നു. ഇപ്പം ഞാൻ കൊയ്വിട്ടുമ്പോഴും വന്ന് ചോദിച്ചു. എൻ്റെ ഏത് സംശയത്തിനും എൻ്റെ മറുപടി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ആവില്ലേ എന്ന് ദൂരെ നിന്ന് വിചാരിക്കണ്ട, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും മറുപടി ഉണ്ട്, എല്ലാ സംശയത്തിനും മറുപടി ഉണ്ട്. മുത്തനബിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. അങ്ങേയറ്റം പഠിക്കണം, നല്ലോണം പഠിക്കണം. അത് മൗലിദുൽ ഹുസ്നൈനിൽ പഠിച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അയാ ഷഫീഇ, എനിക്ക് ഷഫാഅത്ത് ചെയ്യുന്ന ശുപാർശ ചെയ്യുന്ന നബിയെ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വിഷയത്തിൽ നിങ്ങളെല്ലാവർക്കും റഹ്മത്ത് കൊടുക്കുന്ന ആളല്ലേ, അങ്ങ് എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കുന്ന ആളല്ലേ, എൻ്റെ വിഷയത്തിൽ നിന്ന് ഷഫാഅത്ത് ചെയ്യണേന്ന് എൻ്റെ അർത്ഥം. അല്ലാണ്ട് നിങ്ങൾ സലാമു അലൈക യാ മുംതിൽ ബുറാഖി താരിദൽ ഫത്താനി ഫീ വഖ്തിൽ ഫിറാഖി. ഓ നബിയെ, അങ്ങക്ക് സലാം. അങ്ങ് മുംതിൽ ബുറാഖാണ്. ബുറാഖ് അള്ളാഹുവിലേക്ക് ബുറാഖിലൂടെ യാത്ര ചെയ്ത ആളാണ്. ഇൻസാനുൽ കാമിലിൻ്റെ അങ്ങോട്ടാണ് മുത്തനബി ബുറാഖിലൂടെ യാത്ര ചെയ്തത്. മുത്തനബി രക്തവും മജ്ജയും ഒക്കെ ഉള്ള എല്ലൊക്കെ ഉള്ള മക്കയിൽ പ്രസവിച്ച് മദീനയിൽ വഫാത്തായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ അന്ന് ബുറാഖിലൂടെ ഇൻസാൻ കാമിലിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു. കാബ് കൗസൈനിലേക്ക് യാത്ര ചെയ്തു അല്ലേ? അല്ലാഹു തആലാനെ കാണാൻ, ദർശിക്കാൻ. അല്ലാഹു തആല അവിടെ മോളിലായതോ, അള്ളാഹ്ക്ക് ഒരു മോളുണ്ടായതുകൊണ്ടല്ല. അള്ളാഹ്ക്ക് മോളും ഇല്ല മോനും ഇല്ല. ലം യലിദ് വലം യൂലദ്. അല്ലാഹു തആലാക്ക് അടുത്തും ബലത്തൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ കാണുന്ന വ്യക്തിക്ക്, അള്ളാഹിനെ കാണുന്ന വ്യക്തിക്ക് ഒരു സ്ഥലവും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ഹൈ ലെവലുള്ള സ്ഥലത്ത് വെച്ച് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അതാ മിഅ്റാജിൻ്റെ രാത്രി അങ്ങോട്ടും ഉണ്ട്. അതല്ല അള്ളാഹെ കാണാൻ അങ്ങോട്ട് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അള്ളാഹിനെ എവിടുന്നും കാണാം, സ്വർഗത്തിൽ തന്നെ പോകണമെന്നില്ല. പക്ഷെ അള്ളാഹ് സ്വർഗത്തിലാണ് അക്കൊക്കെ കാണാൻ വേണ്ടി വെച്ച സ്വർഗമാണ്, ഇവിടുന്ന് കാണാൻ കഴിയില്ല. അസ്സലാമു അലൈക യാ മുംതിൽ ബുറാഖി. ബുറാഖിലൂടെ പോയ നബിയെ, അള്ളാഹുവിനെ കാണാൻ ദർശിക്കാൻ പോയ നബിയെ, താരിദൽ ഫത്താനി ഫീ വഖ്തിൽ ഫിറാഖി. രണ്ടാമത്തെ വരി ഒന്നാമത്തെ വരികളെ ബന്ധെന്താ? ഞാൻ മരിക്കുന്ന സന്ദർഭം ഫത്താനായ ഇബ്ലീസുൽ ലഈൻ, ഫത്താനായ ഇബ്ലീസുൽ ലഈനിനെ ആട്ടിയോടിക്കുന്ന നബിയെ, ആട്ടിയോടിക്കുന്ന നബിയെ എന്ന ആട്ടിയോടിക്കാനുള്ള നബിയെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വെറും അള്ളാനെ ഡയറക്റ്റായി പിടിച്ച് നടക്കേ. ഇബ്ലീസ് വരും, ഇബ്ലീസ് മരിക്കാൻ നേരത്തെ എൻ്റെ കൂടെ ഇബ്ലീസ് കൂടും. അതാണ് ഈ പറയുന്നത്. എല്ലാവരും മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് പഠിച്ച എല്ലാ തന്ത്രം എടുക്കും കാഫിറ ചത്തോകാൻ. ചില്ലറ പണിയല്ല ഇബ്ലീസ് എടുക്കുക മരിക്കുന്ന സമയത്ത്. നിങ്ങൾ ഒഫലത്തിൽ നടന്നു. ഇബ്ലീസ് മരിക്കുന്ന സന്ദർഭം പല കോലവും കെട്ടി വരും. ഈ ഔലിയ എന്ന് പറഞ്ഞാൽ ഔലിയ പാപ്പ, തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. രണ്ടും അല്ല. ഈ വലിയ ഷെയ്ഖ എന്ന് പറഞ്ഞ് വിചാരിച്ചെടുക്കുന്ന ഒരാൾ ഷെയ്ഖുമല്ല, എന്തോ കള്ളനാ, ലോക കള്ളന, വീരപ്പനാ. അപ്പോൾ ആ കള്ളൻ്റെ കോലത്തിൽ വരും മരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ്. ഓ എൻ്റെ ഷെയ്ഖ് വരുന്നുണ്ട്,
എന്നിട്ട് ഷെയ്ഖ് എന്താ മരിക്കുന്ന സമയത്ത് പറയും മോനെ, ഈ ഈസ അള്ളാൻ്റെ മകനാന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോ? സത്യമാണത്, നല്ല രക്ഷയുള്ളൂ അറിയും. എന്തെങ്കിലും ഒരു സൂയിപ്പുണ്ടാക്കും. അള്ളാഹു താല നമ്മളെപ്പോലെ കയ്യും കാലൊക്കെ ഉള്ളവനാന്ന് വിശ്വസിച്ചോ എന്ന് പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കാഫിർ ചത്തു. മരിക്കാൻ കുറച്ച് പണിയുണ്ട്, അവിടെ വെച്ച് പിടിക്കും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, വളവില്ലാത്ത ചൊവ്വായ വഴിയിലൂടെ ഞങ്ങളെ നടത്തണേന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട് നമ്മൾ നിസ്കാരത്തിൽ. ആ ദുആ എപ്പോഴും ദുആ ചെയ്തോളി, എല്ലായിടത്തും ആവശ്യമാണത്. ആ മുസ്തഖീമായ വഴിയിൽ നടന്നോ പേടിച്ചണ്ട. അവന് കുറേ സുയിപ്പാക്കും ഇബ്ലീസെങ്കിലും അവസാനം രക്ഷപ്പെടും. അതുപോലെ മൗലിദ് ഓതുണോലും ഔലിയാക്കന്മാരെ കൂടെ ഔലിയാക്കന്മാരെ പിടിച്ചെടുക്കുന്നവന് ഒരു രക്ഷപ്പെടും. കുത്തുബിയത്ത് ചെല്ലുന്നോല് ഒരു രക്ഷപ്പെടും. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇത് ഷെയ്ഖിൻ്റെ മദ്ഹാണ്. അപ്പോൾ ഔലിയായിനെ പിടിക്കുന്നവർ, മുത്തുനബിയെ പിടിച്ചോല്, മുത്തുനബിൻ്റെ മൗലൂദ് ഓതുന്നവര് ഒരു രക്ഷപ്പെടും. അതാ പറയണത്, ത്വാരിദൽ ഫത്താനി ഫീ വഖ്തിൽ ഫിറാഖി, ഞാൻ മരിക്കുന്ന സന്ദർഭം എനിക്ക് അള്ളാഹുവിലേക്ക് പോകാനുള്ള സമയമാണ്. നിങ്ങൾ അള്ളാഹിലേക്ക് പോയത് ഫിറാഖിലൂടെ, എനിക്ക് അതിനൊന്നും കഴിയൂല. ഞാൻ അള്ളാഹുവിലേക്ക് പോകുന്ന സമയം, മരിക്കുന്ന സമയം വിസ്വാലിൻ്റെ സമയം ആവേണ്ട സമയമാണ്. ആ നേരം വിസ്വാലില്ലാതായി പോയാൽ എൻ്റെതെല്ലാം കഴിഞ്ഞു, എൻ്റെ ജീവിതം തന്നെ തൊലഞ്ഞുപോയി. അതുകൊണ്ട് അന്നേരം ഇബ്ലീസുൽ ലഈനിന് ആട്ടാൻ വരണേ. ഇത് ഈ ലൈനിനെ അള്ളാഹ് എന്താ അള്ളാഹ് പഠിച്ചപ്പോൾ പയച്ചു പോയതാ? ഇബ്ലീസിനെ അള്ളാഹു പഠിച്ചപ്പോൾ അള്ളാഹ് പയച്ചതാണോ? അള്ളാഹ് പഴവൊന്നുമില്ല. പിന്നെന്താ അള്ളാഹ് ഇബ്ലീസിനെ പഠിച്ചു പോയത്? ഇബ്ലീസിനോട് സുജൂദ് ചെയ്താൽ പോകുമ്പോൾ സുജൂദ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അബാ വസ്തക്ബറാന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ ആയി പോയത്? എന്തായത് എന്തോ അള്ളാഹ് പഠിച്ചപ്പോൾ എന്തേ? അള്ളാഹു താലൊക്കെ ഒരു ബോറല്ലേ? അള്ളാഹ് കാര്യമായിട്ടൊരു കൽപ്പന പറഞ്ഞിട്ട് പച്ചയിൽ അള്ളാഹ് പറഞ്ഞതാ. ആരിഫാ പച്ചയിൽ അള്ളൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല എന്നാണ് പറഞ്ഞു. അള്ളാഹ്ക്കൊരു ബോറല്ലേ? അപ്പം ഇബ്ലീസിനെ അള്ളാഹ് പഠിച്ചതിനാ? ഇബ്ലീസിനെ അള്ളാഹു പഠിച്ചത് അവന് തെറിച്ച് ഒരു മൊയന്തായിക്കാണ് അവനെ പഠിച്ചത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. നമ്മൾ നന്നാകാൻ വേണ്ടി മരിക്കുന്ന സന്ദർഭം ഇബ്ലീസ് അങ്ങനെ നമ്മൾ സുൽപ്പാക്കും. മുസ്തഖീമായ റൂട്ടിൽ പോയാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ കാഫിറായി ചത്തുപോകുന്നു നമ്മൾ വിവരം അറിഞ്ഞാൽ ഇബ്ലീസ് അങ്ങനെ പണിയെടുക്കുന്നുണ്ട് മരിക്കണോലൊക്കെ പറയുന്ന അനുഭവത്തിൽ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ പറയണേ. അത് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ നന്നാവും. അതിനു വേണ്ടിയാണ് ഇബ്ലീസിനെ പഠിച്ചത്. അതുപോലെ നിങ്ങളെ കാട്ടിക്കൂട്ടല്. ഇപ്പോൾ മൗലിദുൽ ഹുസ്നൈന് ചൊല്ലിയാൽ നമ്മളെപ്പോഴും പറയും, മൗലിദുൽ ഹുസ്നൈന് ചൊല്ലിയാൽ എല്ലാ വിഷമങ്ങൾക്കും പ്രശ്നത്തിനും പരിഹാരമാണ്. അത് കേട്ടിട്ട് അങ്ങനെ ഉണ്ടോ? ചങ്ങായി ഇങ്ങനെ പറയണം. ഇപ്പം മൗലിദുൽ ഹുസ്നൈൻ ആയപ്പോൾ മങ്കൂസും ഷറഫുലാമും ബുർജിന്നും അല്ലേ? മൗലിദുൽ ഹുസ്നൈന് ചൊല്ലിയാൽ മുത്തനബിനെ കാണാൻ പറ്റും, അങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റും, ഹജ്ജ് ഉംറ ഇങ്ങനെയൊക്കെ പറ്റും, ലോകം സുഖമാവും, സിഹിർ ബാത്തിലാവും, സിഹിർ ഏൽക്കൂല, അങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ ഉണ്ടോ? നമുക്കൊന്ന് ചൊല്ലി നോക്കുക ഒരു ദിവസം. 2-3 ദിവസം ചൊല്ലിയൊക്കെ മുത്തനബിനെ കാണുവാണ്. 10 വട്ടം കത്തം തീർത്തിട്ടും കാര്യമല്ല, മുത്തനബിനെ കാണൂല. മൗലിദുൽ ഹുസ്നൈനിയെ ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണം? എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ഇഖ്ലാസും നല്ല നിയ്യത്തും വേണം. ഇബ്ലീസിനെ അള്ളാഹു പഠിച്ചത് എൻ്റെ മനസ്സ് നന്നാക്കാനാ, ബർക്കാക്കാനല്ല. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണത്? ഒരാൾ സൂപ്പിയാകാൻ തീരുമാനിച്ചു, തഹജ്ജുദ് നിസ്കരിച്ച് സൂപ്പിയാകാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസമൊക്കെ നിസ്കരിച്ച് ഒന്നെ തോന്നി ഞാൻ ഇപ്പോൾ സൂപ്പി ആയിക്കണേ. 2 ദിവസം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് 3-ാമത്തെ ദിവസം ഓനെന്നെ കടന്നപ്പോഴേ തോന്നി ഞാനിപ്പോൾ ഔലിയാണ്, ഞാൻ ഇപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനൊക്കെ അയക്കണ്, ഇന്ന് കാണുകയും 2 ദിവസം നിസ്കരിച്ചിങ്ങനെ തഹജ്ജുദ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമെന്നുള്ള ഓനെ അലാറൊക്കെ വെച്ച് കിടന്ന്. അന്ന് നല്ല തണുപ്പുള്ള രാത്രി, മഴയൊക്കെ പെയ്തിക്കണ്. കിടക്കുമ്പോൾ തന്നെ 12:15 ആയിക്കണ്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഒരു 4:15 എന്തെങ്കിലും തഹജ്ജുദിന് എണീക്കണം. അലാറൊക്കെ വെച്ച് കിടന്ന് അങ്ങനെ അലാറം ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഓനെ അറിയാൻ തഹജ്ജുദ് നിസ്കരിക്കേണ്ട സമയമാണ്, അലാറം മുട്ടുന്നുണ്ട് എന്നെല്ലാം അറിയാം അവന്. പക്ഷെ ഇബ്ലീസ് ഓനെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക, ഭയങ്കര മടി, ഉറക്കിനോടുള്ള സ്നേഹം ഇങ്ങനെ ഇട്ടുകൊടുക്കുക. എന്തിനാണത്? ഈ ഇപ്പം ഇന്നൊരു ഔലിയായിട്ട് 2 ദിവസമല്ലോ വന്നത്, ഈ ചെയ്യുന്നതിൽ എനിക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഇബ്ലീസ്. കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ ഇത് ഓഫായി കിടന്നാലോ, എൻ്റെ ഓഫായി.
പിന്നെ അന്ന് പിന്നെ എപ്പോഴും എണീക്കുക, പിന്നെ ഒന്നിരക സുബൈ കഥായിട്ടിൽ കഥാണീൻ്റെ 10 മിനിറ്റ് മുമ്പ് എണീക്കുക. എൻ്റെ കഴിഞ്ഞു. അന്നവിടെ ആവശ്യമില്ല എന്നർത്ഥം. ഓഫാക്കിയതല്ലേ, അലാരം ഓണായിട്ടും അനെ ഉണർത്തിയിട്ടും ഈ ഓഫാക്കിയതാ. അപ്പം എൻ്റെ അത്ര ഉള്ളൂ. എൻ്റെയൊക്കെ ഈമാനിക ശക്തി, എൻ്റെയൊക്കെ ആവേശം, എൻ്റെയൊക്കെ ഭക്തി അത്ര ഉള്ളൂ. അതിനൊരു ചെക്കറാണ്, ഒരു ചെക്ക് പോസ്റ്റാണ്. ആബിദീങ്ങളുടെ ഇബാദത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇബ്ലീസുല്ലാഹീൻ. ഇബ്ലീസുല്ലാഹീനെ അള്ളാഹു ചെക്ക് പോസ്റ്റായി പഠിച്ചതാണ് നമ്മൾ നന്നാകാൻ. അതിന് കുറച്ചൊരു പണിയുണ്ട്. ഒരു മാസം കൊണ്ടുവന്നാലും അടുത്ത മാസം പടക്കാവും. ഇതേ അവസ്ഥ മൗലിദുൽ ഹുസ്നൈനി ഓതുമ്പോഴും ഉണ്ടാവും. മൗലിദുൽ ഹുസ്നൈനി ഓതുമ്പോൾ നല്ല ഉറക്കം വരും, ക്ഷീണം വരും, പുടുത്തം കിട്ടാതെ കൽബൊരു ഭാഗത്തും മൗലിദൊരു ഭാഗത്തും അങ്ങനെയൊക്കെ ആയി പോകും. അപ്പോൾ അവിടെ നല്ല ഭക്തിയിലും നല്ല ആവേശത്തോടെയും ഉറക്കം വരുമ്പോൾ നിന്നിട്ടോ നടന്നിട്ടോ ഓതി നല്ല ഓതിയാൽ ആ ഭക്തിയോടുകൂടെ ബഹുമാനത്തോടുകൂടെ മുത്തനബിനെ കാണുന്നു കേൾക്കുന്നു എന്ന ചിന്ത തന്നെ വേണം. അങ്ങനെ മുത്തനബി ഇങ്ങനെ കാണും, മരിച്ചുപോയ മുത്തനബി കാണലും കേൾക്കലൊക്കെ വിശ്വസിച്ചാൽ കാഫറായി പോലെ എന്ന് ചിന്തിക്കണ്ട. അതൊന്നും ഇതുവരെ ആരും കാഫറായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടാരും കാഫറാണ്. ഇതുവരെ മരിച്ചുപോയ മുഅ്മിനീങ്ങൾ സുന്നികളൊന്നും കാഫറായിട്ടല്ല മരിച്ചത്, അതൊക്കെ വിശ്വസിക്കുന്നവർ. അപ്പോൾ ഇനി ഇജും മരിക്കൂല കാഫറേക്ക്. ധൈര്യമായിട്ട് അങ്ങനെ എഴുതിക്കോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും കേൾക്കും ചെയ്യും. ആ ഒരു ചിന്തയിൽ മൗലിദുൽ ഹുസ്നൈനി നല്ല ഭക്തിയോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ചൊല്ലിയാൽ എല്ലാ കാര്യത്തിനും പരിഹാരമാവും. അതാ പറയുന്നത്. അപ്പം ഇബ്ലീസ്, ഫത്താനായ ഇബ്ലീസ്, ഫിത്ന ഉണ്ടാക്കുന്ന ഇബ്ലീസ്, നല്ലതിനാണ് ആ ഫിത്ന എന്ന് ഞാൻ പറഞ്ഞു. ആ ഫിത്ന ഉണ്ടാക്കുന്ന ഇബ്ലീസ് അവനെല്ലോടത്തും ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. നല്ലതാണെന്ന് കണ്ടാൽ അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. ഓൻ്റെ ബാധ്യതയാണത്, ഓൻ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതയാണത്. അല്ലാതെ അള്ളാഹ്ക്ക് പേച്ചതല്ല ഇബ്ലീസിനെ പഠിച്ചപ്പോൾ. ഞാനെൻ്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാവിനെ മഹബത്ത് വെക്കുക, അവരെ നമ്മളെപ്പോഴും കൊണ്ടെടുക്കുക. അതേ രക്ഷയുള്ളൂ കൂട്ടരെ. അള്ളാഹുവിൻ്റെ ഔലിയ എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ഔലിയാവിനെ കൂട്ടിക്കോളി. മമ്പുറന്തങ്ങളും മടപൂരിത്തങ്ങളെ പോലത്തെ മഹാന്മാർ, അവരെ മുറുകെ പിടിച്ചോളി. അതേ രക്ഷയുള്ളൂ. നമുക്ക് ഈമാൻ സലാമത്താകാൻ അതേ രക്ഷയുള്ളൂ. സംശയം ഔലിയാണോ അല്ലേ സംശയമുള്ളവരൊക്കെ വിട്ടോളി, അവരെന്ന് ഉറപ്പുള്ള പോലെ പിടിച്ചോളി. മടപൂരിത്തങ്ങൾ വലിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനത്തെ മഹാന്മാരെ നമ്മൾ പിടിച്ചാൽ നമ്മൾ ഈമാൻ സലാമത്താവും. അവരോട് ഡയറക്റ്റ് സഹായം തേടാം. അതല്ലേ നമ്മൾ മടവൂർ മൗലിദിൽ അതല്ലേ സഹായം തേടിയത്. നേരെ മടവൂർ തങ്ങളോട് എത്ര സ്ഥലത്ത് സഹായം തേടുന്നുണ്ട്. പിന്നെ എന്തിനാ പോലെ അന്ന് വെച്ചത്? അത് വ്യക്തം. അതിനെന്താ തെളിവ്? അതിന് തെളിവ് എന്തിനു പറയണം? മടവൂരും എൻ്റെ ഭാര്യയും എൻ്റെ വിശ്വാസം അനുസരിച്ച് രണ്ടാളും അള്ളാൻ്റെ പടപ്പാടാണ്. അള്ള കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്നവരാണ്. എൻ്റെ ഭാര്യനോട് ഈ കുഞ്ഞാത്തോ ഇന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇജ് കാഫറായി പോകുമോ? അതോ കുഞ്ഞാത്തോ നീ നിമിത്തമായി നീ കാരണമായി അള്ളാഹു എന്നെ സഹായിക്കട്ടെ എന്നാ പറയേണ്ട കുഞ്ഞാത്തുവിനോട്? അതന്നെയാണ് തെളിവ്. ഇനി ഖുർആനും ഹദീസൊന്നുമല്ല. വഹാബികൾ പറയാ, ജമാഅത്ത് ഇസ്ലാമി വഹാബികൾ പറയാ എന്ത്? മടവൂരിനോട് സഹായം തേടുന്നിടത്ത് മാത്രം മടവൂരെ സഹായിക്കണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ഡോക്ടറോട് സഹായം തേടുമ്പോഴോ? ഡോക്ടറോട് സഹായം തേടുമ്പോൾ അത് പറ്റും. അതെങ്ങനെ? ഡോക്ടറും മടവൂരും രണ്ടും പടപ്പാണ്, രണ്ടും അള്ളാഹു വെച്ച കാര്യകാരണങ്ങളാണ്. അപ്പോൾ ഭാര്യനോടും ഡോക്ടറോടും എന്നെ സഹായിക്കണമെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമെങ്കിൽ, കാര്യകാരണമായിരിക്കാൻ പറ്റുമെങ്കിൽ, അതേ കാര്യകാരണമാണ് വലിയും നബിയും, അവരോടും പറ്റും എന്നെ സഹായിക്കണേന്ന്. കാഫിറാവണമെങ്കിൽ ദൈവമാണെന്ന് വിശ്വസിക്കണം. അത് നബിയ് ദൈവമാണെന്ന് വിശ്വസിച്ചാലും കാഫിറാവും, വലിയ ദൈവമാണെന്ന് വിശ്വസിച്ചാലും കാഫിറാവും. ഭാര്യനെ ദൈവമാണെന്ന് വിശ്വസിച്ചാലും ഡോക്ടർ ദൈവമാണെന്ന് വിശ്വസിച്ചാലും ഒക്കെ കാഫിറാവും. അപ്പം അതുകൊണ്ട് കുത്തുബിയത്ത് ചെല്ലാനൊന്നും നമ്മളെ നാട്ടുകാർക്ക് ഇല്ലായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. കുത്തുബിയത്തൊക്കെ ചൊല്ലണം. അത് ജീലാനി തങ്ങളെ മദ്ഹാണ്. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത് വലിയ മദ്ഹ. ഒരു ബുലിയല്ലേ, പേരുൾച്ചയല്ലേ. അതിൻ്റെ അർത്ഥം പറയാപ്പോൾ ടൈമില്ല. യാ ഗൗസു എന്നതിൻ്റെ അർത്ഥം പറയാനും ടൈമില്ല. യാ മുഹിയുദ്ദീൻ അത് വലിയ മദ്ഹ. അബ്ദുൽ ഖാദിർ അത് വലിയ മദ്ഹ. അത് അബ്ദുൽ ബസീർ എന്ന് പറഞ്ഞ മാതിരിയുള്ള പേരല്ലേ, അബ്ദുൽ സലാം എന്ന് പറഞ്ഞ മാതിരിയുള്ള പേരല്ല. അബ്ദുൽ ഖാദിർ വലിയ മദ്ഹ. അള്ളാഹു
അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞാൽ ഒരു വലിയന് അള്ളാഹു കൊടുക്കുന്ന വലിയ കഴിവ്. എന്ത് ആ വലിയ നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കും. ആ കഴിവുള്ള വലിയനാണ് അബ്ദുൽ ഖാദിർ എന്ന് പറയാം. കുൻ ഫയക്കൂൻ. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതും കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. നേരത്തെ പറഞ്ഞ ജമലുല്ലയിൽ കടലുണ്ടി, അവർക്ക് മത്സ്യം വളരെ ഇഷ്ടമാണ്. ജമലുല്ലയിൽ തങ്ങൾക്ക് നമ്മൾ ആചാര്യ അടുത്താണ് കടലുണ്ടി ചമ്മാട്. അപ്പം ജമലുല്ലയിൽ കടലുണ്ടി തങ്ങൾക്ക് മത്സ്യം വലിയ ഇഷ്ടമായിരുന്നു. അവർ മത്സ്യം തീരെ ലഭിക്കാത്ത, കടലോ പുഴയൊന്നും ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക്, ഒരു മരുഭൂമി താമസിക്കുന്ന അടുത്ത ആ വീട്ടുകാരുടെ അടുത്ത് ഒരിക്കൽ രാത്രി താമസിക്കാൻ അവിടെ വിരുന്നിറങ്ങി. അപ്പം അവർക്ക് മത്സ്യം വേണം, പച്ച മത്സ്യം വേണം. മത്സ്യം ആവശ്യപ്പെട്ടു. അപ്പോൾ തങ്ങളിപ്പോൾ അവിടെ മത്സ്യം ഇവിടെ കിട്ടൂലല്ലോ, എന്താ ഇവിടെ വെള്ളമൊന്നുമില്ലേ. അപ്പം എന്നാൽ അവിടെ കുറച്ച് വെള്ളം, മഴ പെയ്ത് കുറച്ച് വെള്ളം അവിടെ ഒരു മരുഭൂമിയിലെ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഉണ്ടായാൽ പോരല്ലോ, മീനുള്ള വെള്ളം വേണ്ടേന്നാണ്. വല്ലയിടത്ത് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ അത് കേട്ട് നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും മീൻ ഉണ്ടാവില്ല. ആ, ഞാൻ വിചാരിക്കും മീൻ ഉണ്ടാവും. ആ കാണുന്ന തെങ്ങിലെ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചാൽ. ഒരേ വെടിക്ക് 2 പക്ഷിയാണ്. അപ്പോൾ അവർ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അതിൽ നിറയെ മീനുണ്ട്. ആ മീൻ പിടിച്ചോളുന്നത്. ആ മീനാണ് ഇവർ മാജിക് പോലല്ല. മാജിക്കുകാർ കുറേ നോട്ടുമാലൊക്കെ എടുക്കും. ഓന് എന്തിനാണ് ചെയ്യണത്? നോട്ട് കിട്ടാൻ വേണ്ടി. ഓൻ ആ നോട്ടുമാലിട്ട് ഓന് മാജിക് കിട്ടുന്ന നോട്ട് പോയി നോട്ട് ഓന് സ്വന്തം ഉണ്ടാക്കിയാൽ പോരെ. ഇതങ്ങനല്ല. കുറച്ച് ഞാൻ നോട്ടുമാല കാണൂല. ഇത് ഈ പിടിച്ച മീന് ജമലുല്ലയിൽ തങ്ങളും വീട്ടുകാരും ഭക്ഷിക്കുക ചെയ്തത്. പിന്നെ അടുത്ത പരിപാടി ആ തേങ്ങ ഇടാൻ പറഞ്ഞു. തേങ്ങ പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മീൻ ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാണെങ്കിൽ ഇതാണ് കുൻ ഫയക്കൂൻ മക്കാമത്തിയ ആളുകൾ. വിചാരിച്ചാൽ നടക്കുന്നു. ഒരു വിചാരിച്ചാൽ മതി. എൻ്റെ വിചാരം പോലെ ഇജ്ജും പടപ്പാണ്, ജമലുല്ലയിലും പടപ്പാണ്. എൻ്റെ വിചാരവും ജമലുല്ലയിൽ തങ്ങളെ വിചാരവും എല്ലാവരും വിചാരം ഒരുപോലെ. പടപ്പാളെ വിചാരം പടച്ചോൻ്റെ വിചാരം വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരി തന്നെ, അത് വേറെ വിഷയം. പക്ഷെ പടപ്പാളെന്ന വിചാരത്തിലൊരുപോലെ, പടപ്പാരെല്ലാവരും വിചാരിക്കുന്നത് ഒരുപോലെ അല്ല. അത് അബ്ദുൽ ഖാദിർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ, ഞങ്ങളെ പ്രശ്നത്തിനൊക്കെ നിങ്ങൾ വിചാരിച്ച പരിഹാരം ഉണ്ടാകുമല്ലോ എന്നതിൻ്റെ അർത്ഥം. എനിക്ക് മാനനെ തിരിയാതെ പിന്നെ ഈ എങ്ങനെ കുത്തുബിയത്ത് ഊതുന്നു? കുത്തുബിയത്തിൻ്റെ മാന എനിക്ക് തിരിച്ചിട്ടില്ല. അബ്ദുൽ ഖാദിർ ജീലാനി അതിൻ്റെ അർത്ഥം പറയാനൊന്നും സമയമല്ല. അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. അപ്പം അത് വലിയ മദ്ഹാണ്. ഔലിയാൻ്റെ മദ്ഹ് സുന്നത്താ, അത് ശരീഅത്താ പറയുന്നത്. ഇബ്നു ഹജർ ഹൈതമിയാ പറയുന്നത് ഔലിയാൻ്റെ മദ്ഹ് പറയൽ സുന്നത്താണ്. മുത്തനബിൻ്റെ പിന്നെ സുന്നത്താന്ന് പറയണോ? ഇപ്പം നമ്മളെന്താ ഈ മജ്ലിസ് എല്ലാ ദിവസവും തുടങ്ങണത് അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം എന്ന് പറഞ്ഞിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞിട്ടല്ല. ഖുർആൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മജ്ലിസ് എന്നും തുടങ്ങുന്നത് മൗലിദ് ഓതിയിട്ടാണ് തുടങ്ങുന്നത്. എന്തായാലും കാരണം ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമേറിയ ദിക്റാണ് മൗലിദ് പാരായണം. അതങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പരമസത്യമാണ്. മൗലിദ് പാരായണത്തിനുള്ള പ്രത്യേകത വേറെ ഒന്നിനുമില്ല. കാരണം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്നാ പറഞ്ഞു. അള്ളാഹുവും മലായികത്തും മുത്തുനബിയെ മദ്ഹ് ചെയ്യുന്നുണ്ട്, മൗലിദ് നിർവഹിക്കുന്നുണ്ട്, മദ്ഹ് പറയുന്നുണ്ട്. അതാ മൗലിദ് പറയണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും അത് ചെയ്തോളി. എത്ര ചിന്തിക്കാനുള്ളൊരു ആയത്താണത്. എന്നിട്ട് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് മൗലിദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മൗലിദിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നില്ല? അതൊരു ചടങ്ങായി കൊല്ലത്തിലൊരിക്കലും എന്തെങ്കിലും അടിയന്തരം ഉണ്ടാകുമ്പോഴും കുടിരിക്കലുണ്ടാകുമ്പോഴും മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? അള്ളാഹുവും മലായികത്തും മുത്തനബിൻ്റെ സ്വലാത്ത് മദ്ഹ് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആ പ്രത്യേകത ഖുർആൻ ഓതുന്നതിനും ആ പ്രത്യേകത അല്ല. അള്ളാഹു ഖുർആൻ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മലായികത്തും അള്ളാഹു ഖുർആൻ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു മലായികത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല.
അപ്പം ആ പ്രത്യേകത സ്വലാത്തിനേ ഉള്ളൂ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്തല്ല, അത് മാത്രമല്ല, അതിനേക്കാൾ 2 നമ്പർ സ്വലാത്തുണ്ട്. ആ 1 നമ്പർ സ്വലാത്ത് നമ്മൾ ഇന്ന് ചൊല്ലിയ നിർവഹിച്ച മദ്ഹുകളാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി. കണ്ടോ ആ സ്വലാത്ത്, അതാണ് 1 നമ്പർ സ്വലാത്ത്. അതൊക്കെ ഈ മൗലിദുൽ ഹുസ്നൈനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല അതിന്. മൗലിദുൽ ഹുസ്നൈനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആലിമീങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് 900 പേജുള്ള ഒരു അറബി വ്യാഖ്യാനം പണ്ഡിതന്മാർക്ക് വേണ്ടി എഴുതി വെക്കപ്പെട്ടതുണ്ട്. സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് പറയുന്നത് തന്നെ അവർക്ക് വിശ്വാസമാവും. സാധാരണക്കാർക്ക് വേണ്ടി ഇതിൻ്റെ മലയാള പരിഭാഷയും നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം മദ്ഹ് അത് വലിയ പുണ്യമുള്ള അമലാണ്, ആരാധന തന്നെയാണ്. അല്ലാഹ് പറഞ്ഞതുകൊണ്ട് അല്ലാഹ് നിർവഹിക്കുന്ന അമലാണ് നമ്മൾ നിർവഹിക്കുന്നത്. നിസ്കാരത്തിൽ പക്ഷേ മൗലിദ് ഓതിയാൽ പോരാ, സ്വലാത്തല്ലാണ് പറഞ്ഞു കൊടുത്ത് അവിടെ റസൂലുള്ളാഹി പറഞ്ഞാണ് അവിടെ ഇപ്പം നിങ്ങൾ എന്ത് ഓതിയാ ചൊല്ലണ്, അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന, അവിടെ പ്രത്യേക ഒരു അത് മദ്ഹ് തന്നെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നുള്ള മൗലിദ് വലിയ മദ്ഹ് തന്നെയാണ്. ഒക്കെ വിശദീകരിക്കാൻ ടൈം വേണം, ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. അവിടെ ആ മദ്ഹ് ഒരു പ്രത്യേക ഒരു രീതി അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ട് അത് അവിടെ തന്നെ ചെല്ലണം, വേറെ ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല. നിസ്കാരം എങ്ങനെയാണ്? നിസ്കാരത്തിൽ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് വിചാരിക്കുന്ന ഖുർആൻ ഓതാൻ പറ്റില്ല, ഫാത്തിഹ തന്നെ ഓതണം, അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ വന്നത്. അല്ലാത്തടത്ത് വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിടത്ത് ബുർദ ചൊല്ലിയാലും അല്ലാഹുമ്മ സ്വല്ലി എന്ന് ചൊല്ലിയാലും രണ്ടിനും ഒരേ പവറാണ്, രണ്ടും സ്വലാത്ത് തന്നെയാണ്. വെള്ളിയാഴ്ച ബുർദ ചൊല്ലുന്നതിനും അല്ലാഹുമ്മ സ്വല്ലി എന്ന് പറയുന്നതിനും ഒരേ പവറാണ്, രണ്ടും സ്വലാത്താണ്. ഫസ്റ്റ് പവർ ഇനി അതിൽ അളക്കണമെങ്കിൽ അള്ളാഹു നിർവഹിക്കുന്നത് അല്ലാഹുമ്മ സ്വല്ലി എന്ന് അല്ലാഹ് പറയണില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി അത് അല്ലാഹ് പറയുന്നില്ല. അല്ലാഹ് പറയുന്നത് ഏതാണ്? ആ സ്വലാത്തിനാണ് പവർ. അല്ലാഹു തആല നമ്മളെല്ലാവരും മുത്തനബിൻ്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തട്ടെ. കുറേ ചിന്തിക്കാനുണ്ട് നമുക്ക്. അല്ലാഹ് ബുദ്ധി തന്നിട്ടുണ്ട്. മനുഷ്യന്മാരെ നമ്മളൊക്കെ ചിന്തിക്കാൻ പണ്ഡിതനാവൊന്നും വേണ്ട, മനുഷ്യനായാൽ മതി. ചിന്തിക്കാൻ വലിയ പണ്ഡിതനാവണോ, സഖാഫിന്നാവണോ, വാക്കവ്യന്നാവണോ, അതൊന്നും വേണ്ട. ചിന്ത അവരെ കുത്തയ്ക്കുന്നല്ല. പക്ഷെ സാധാരണക്കാർക്ക് അറിവില്ലാത്തത് പറഞ്ഞുതരാൻ പണ്ഡിതന് വേണോ? ചിന്ത എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ചിന്തിച്ചാൽ പഠിക്കാനുണ്ട്. നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ, കേൾക്കുന്ന വിഷയങ്ങൾ ഒക്കെ ചിന്തിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പടി വിഴുങ്ങേണ്ടിയില്ല, ആര് പറഞ്ഞാലും അപ്പടി വിഴുങ്ങണ്ട. അതുകൊണ്ട് ചിന്തിക്കണം, എന്താ ഞാൻ കേൾക്കുന്നത്, എന്താണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചാൽ മനസ്സിലാവും അത് എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അള്ളാഹു നമ്മളെ മുവഫഖീങ്ങളിൽ പെടുത്തട്ടെ.